സ്നാനത്തെ എതിർക്കുന്നവരും സ്നാനത്തിനെതിരെ പഠിപ്പിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുക്കളാണ്. കാരണം നിങ്ങൾ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തെരുവോരങ്ങളിൽ നിന്ന് പാവപ്പെട്ട ഉപദേശിമാര് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സത്യം സംസാരിച്ചപ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാർ എനിക്ക് നേരിട്ട് അറിയാൻ പറയപ്പോൾ നിങ്ങളുടെ ഓരോ വീടുകളിലും നിങ്ങളുടെ പള്ളികളിലെ ഞായറാഴ്ചയുള്ള പ്രാർത്ഥനാ വേളകളിലും നിങ്ങൾ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ സ്നാനം പറയുന്ന ഉപദേശിമാരെ വീട്ടിൽ കയറ്റെല്ലാം. നിങ്ങൾ സ്നാനം ഏക്കെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരാണ് ശത്രു? യേശുക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പറയുന്നവരത്ര നിങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ആ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളിലും പോയി സുവിശേഷം അറിയിപ്പിന് എന്നാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ട ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. അതാണ് വിശ്വാസം അല്ലെങ്കിൽ സ്നേഹം. കർത്താവിനെ സ്നേഹിക്കണം. അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. അതെന്താണ്? വെള്ളത്തിലിറങ്ങി പൂർണ്ണമായിട്ട് നിന്നെ തന്നെ അതിൽ നിമഞ്ജനം ചെയ്യാണ്. അങ്ങനെ സ്നാനമേറ്റ ഒരു മനുഷ്യൻ നിന്നെ യേശുക്രിസ്തുവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് നിന്റെ ഇഷ്ടപ്രകാരം നീ വിളിച്ചപേക്ഷിച്ചിട്ട് നിന്നെ വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ ആദമിന്റെ പാപസംബന്ധമായിട്ട് നീ മരിച്ചുവെന്നും ആ വെള്ളത്തിൽ നിന്ന് ഉയർക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആ ക്ഷണത്തിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നീ എന്താണ്? ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ടാണ് വെള്ളത്തിൽ എഴുന്നേറ്റ് വരുന്നത്. ഇത് നമുക്ക് നിസ്സാരമാണ് തോന്നില്ലേ? ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ കിട്ടുമായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ച് കൊടുക്കുമായിരുന്നു. അത് നിങ്ങളുടെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം സൗജന്യമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ കടം വീട്ടി നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചത് വഴി അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം അവനോട് കൂടെ ജീവിക്കും. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? യേശുക്രിസ്തുവിന് ഭൂമിയിലില്ല. അവനിന്ന് യെരുശലേമിൽ ആ കള്ളന്മാരുടെ നടുവില് അവിടെ എന്താണ് ആണിമേൽ തൂങ്ങിക്കിടക്കുന്നുമില്ല. അവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയവന് ഇപ്പോൾ സ്വർഗത്തിലാണ്. ആ യേശുക്രിസ്തുവിനോട് കൂടെ 2 കള്ളന്മാര് മരിച്ചതില് ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് മരിച്ചു. അവൻ ദൈവത്തോടു കൂടിയായി. അതേ സ്വഭാവമുള്ള മറ്റേ കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ചു. അവൻ നരകത്തിലേക്കും പോയി. പ്രിയപ്പെട്ട കള്ളന്മാരേറ്റ സ്നാനമാണ്, ആ മരണമാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നാനം.